നമസ്കാരം. മഹാരാഷ്ട്രയിലെ ഏക CPM MLA ജീവിതം ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ ചർച്ചയാവുകയാണ്. യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരൻ ഇങ്ങനെയാകണം എന്നാണ് നിരവധി പേർ വീഡിയോകൾക്ക് താഴെ കമന്റുകളുമായി വരുന്നത്. മഹാരാഷ്ട്രയിൽ നിയമസഭയിലെ CPM-ന്റെ ഏക MLA ആയി വിനോദ് ബിവ നിക്കൌലെ എന്ന സ്ഥാനാർത്ഥി വിജയിച്ചിരിക്കുകയാണ്. പട്ടികവർഗ സംവരണ മണ്ഡലമായ ദഹാനുവിലാണ് തുടർച്ചയായ രണ്ടാം തവണയും ഇദ്ദേഹം ജയിച്ചു കയറിയത്. 2019 4231 വോട്ടിനാണ് ജയിച്ചതെങ്കിൽ ഇക്കുറി അത് 1,47,002 വോട്ടായി വർദ്ധിച്ചിരിക്കുകയാണ്. മഹാരാഷ്ട്ര പോലുള്ള ഒരു സംസ്ഥാനത്ത് CPM-നുള്ള ഏക MLA ആണ് ഇദ്ദേഹം. ഇദ്ദേഹത്തിന്റെ ജീവിത രീതിയും പ്രവർത്തനങ്ങളും ഒക്കെയാണ് രണ്ടാം തവണയും മഹാരാഷ്ട്ര നിയമസഭയിലേക്ക് ഇദ്ദേഹത്തെ MLA ആയി തെരഞ്ഞെടുക്കാൻ ജനങ്ങളെ പ്രേരിപ്പിച്ചിരിക്കുന്നത്. ഇദ്ദേഹത്തിന്റെ ജീവിത രീതി ഏറെ വ്യത്യസ്തമാണ്. തെരഞ്ഞെടുപ്പ് സത്യവാങ്മൂലത്തിൽ ഇദ്ദേഹം നൽകിയിരിക്കുന്നത് സ്വന്തമായിട്ട് വീടോ കാറോ ഇല്ല. കർഷകരുടെയും ആദിവാസികളുടെയും അവകാശങ്ങൾക്കായി താൻ എന്നും അവരുടെ കൂടെ ഉണ്ടാകും എന്നാണ് വിനോദ് വോട്ടർമാർക്ക് നൽകിയ ഉറപ്പ്. വിനോദിന്റെ വാക്കുകളെ വിശ്വസിച്ച ജനം രണ്ടാമതും അദ്ദേഹത്തെ നിയമസഭയിലേക്ക് അയക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: ഇവിടെയുള്ള പലരും CPIM-ന്റെ സ്ഥാനാർത്ഥിയായി എനിക്ക് വോട്ട് ചെയ്യുമെന്ന് അറിയാം. പാർട്ടിയുടെ പ്രത്യയശാസ്ത്രത്തോട് യോജിപ്പില്ലാത്തവരും എനിക്ക് വോട്ട് ചെയ്യും. ഞാൻ ഒരു വ്യക്തി എന്ന നിലയിൽ ഈ കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ ഞാൻ എല്ലാവർക്കും ലഭ്യമായിരുന്നു. വൈദ്യുതി, വെള്ളം, റേഷൻ, ആരോഗ്യ സംരക്ഷണം, സ്കൂളുകൾ തുടങ്ങിയ അടിസ്ഥാന സൗകര്യങ്ങൾക്കായാണ് എന്റെ സമരം തുടരുന്നത്. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ വിനോദ് ഇങ്ങനെയാണ് പറഞ്ഞത്. ഇത് സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ വൈറലാകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ദഹാനുവിലെ ഗ്രാമങ്ങളിലെ ചെറിയ പൊതുയോഗങ്ങളായിരുന്നു ഇദ്ദേഹത്തിന്റെ പ്രചാരണത്തിൽ വലിയ രീതിയിൽ പണമൊഴുക്കുകയോ വലിയ ആർഭാടമോ ഒന്നും ഉണ്ടായിരുന്നില്ല. യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരനായി അദ്ദേഹം ജനങ്ങൾക്കിടയിൽ ചെറിയ ചെറിയ പൊതുസമ്മേളനങ്ങൾ നടത്തിയാണ്, അത് സാധാരണക്കാർക്കിടയിൽ, താഴേക്കിടയിലുള്ള ആളുകൾക്കിടയിൽ പൊതുസമ്മേളനങ്ങൾ നടത്തിയാണ് പ്രചാരണം നടത്തിയത്. പൊതുയോഗങ്ങളിലൂടെ അദ്ദേഹം തനിക്ക് ജനങ്ങളോട് പറയാനുള്ള കാര്യങ്ങൾ പറയുകയായിരുന്നു. CPIM പൊളിറ്റ് ബ്യൂറോ നേതാക്കളായ വൃന്ദ കാരാട്ടും അഖിലേന്ത്യാ കിസാൻ സഭയുടെ അധ്യക്ഷൻ കൂടിയായ അശോക് ദവാലയും ഇദ്ദേഹത്തിന്റെ പ്രചാരണത്തിന് വേണ്ടി എത്തിയിരുന്നു. വർഷങ്ങളായി ദഹാനുവിൽ വളരെ താഴേക്കിടയിലുള്ള ആളുകൾക്കിടയിലും ആദിവാസികൾക്കിടയിലും ഒക്കെ പ്രവർത്തിച്ച് പാർട്ടിയുടെ അടിത്തറ കെട്ടിപ്പടുക്കുകയായിരുന്നു അവിടെ. അതുകൊണ്ട് തന്നെയാണ് രണ്ടാം തവണയും CPM-ന്റെ നിയമസഭാ MLA ആയി ഇപ്പോൾ അദ്ദേഹത്തെ തെരഞ്ഞെടുത്തിരിക്കുന്നത്. ചരിത്രപരമായി കോൺഗ്രസിന് ആധിപത്യമുള്ള ഒരു സീറ്റാണ്. പക്ഷേ രണ്ടാമതും ഇപ്പോൾ ഇവിടെ വിനോദ് തന്നെയാണ് മഹാരാഷ്ട്രയിൽ CPM-ന്റെ ഏക MLA ആയി തെരഞ്ഞെടുക്കപ്പെടുന്നത്. ഇദ്ദേഹത്തിന്റെ ജീവിതവും ഇദ്ദേഹത്തിന്റെ പ്രചാരണവും ഒക്കെ ഇപ്പോൾ വലിയ രീതിയിൽ ശ്രദ്ധയാകർഷിക്കുകയാണ്.